ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വേദിയിൽ WCCയെ ചൊല്ലി തർക്കം. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയും ചലച്ചിത്ര താരം പാർവതി തിരുവോത്തുമാണ് WCCയെ ചൊല്ലി തർക്കമുണ്ടായത്. സ്ത്രീയും സിനിമയും എന്ന വിഷയത്തെ ആസ്പദമാക്കിയായിരുന്നു വേദിയിൽ ചർച്ച ആരംഭിച്ചത്. സിനിമാ ലോകത്ത് സ്ത്രീകൾ അനുഭവിക്കുന്നതും നേരിട്ടതുമായ വിഷയങ്ങളും ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ചർച്ചയായി. We have a space where anybody can come, and if you're criticizing, join us, show us the way. Show us the way. No excuses. പാർവതി തിരുവോത്തുമായുള്ള ഓഡിയൻസിന്റെ ചർച്ചയ്ക്കിടെയാണ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ചോദ്യവുമായി എത്തിയത്. തനിക്ക് ചോദിക്കാനല്ല, റിക്വസ്റ്റ് ചെയ്യാനാണ് തോന്നുന്നതെന്ന് പറഞ്ഞാണ് ഭാഗ്യലക്ഷ്മി ആരംഭിച്ചത്. WCC കുറച്ചുകൂടെ പ്രൊട്ടക്ഷൻ സിനിമാ ഫീൽഡിലെ സ്ത്രീകൾക്ക് നൽകേണ്ടതുണ്ട്. നിലവിൽ ഞങ്ങളെപ്പോലുള്ള ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ സേഫാണ്. പക്ഷേ പല ആളുകൾക്കും ഇപ്പോഴും അറിയില്ല എങ്ങനെ ചെയ്യണമെന്നത്. അതിനുള്ള ശ്രമം കൂടി WCC നടത്തണമെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു. നമ്മുടെ ഈ ഓർഗനൈസേഷന് കുറച്ചുകൂടി അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന രീതിയിൽ അതെല്ലാ തരത്തിലും അവരെ ഇരുന്ന് സംസാരിക്കാനും അവരോടൊപ്പം കുറച്ച് സമയം പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുമുള്ള ഒരു സ്പേസ്, കുറച്ച് വ്യക്തികൾ അതും കൂടെ നിങ്ങൾ WCCക്ക് ഒന്ന് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തിയാൽ എനിക്ക് തോന്നുന്നു കുറേ കൂടി ആളുകൾ നിങ്ങളിലേക്ക് വരാൻ. സ്ത്രീകൾ ഞങ്ങൾ എങ്ങനെയാണ് മാഡം അവരുടെ അടുത്തേക്ക് പോകേണ്ടത് എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ ആർട്ടിസ്റ്റുകൾ. കാരണം ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്ന അങ്ങോട്ട് വരില്ല. ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾക്ക് ഇപ്പോൾ പരാതിയും ഇല്ല എന്ന് വെച്ചോളൂ. പക്ഷേ ഒരുപാട് ആർട്ടിസ്റ്റുകൾ എൻ്റെ അടുത്ത്, ടെക്നീഷ്യൻസ്, സ്ത്രീകൾ പലരും ഞങ്ങൾ എങ്ങനെയാണ് മാഡം അങ്ങോട്ട് പോകേണ്ടത്, ഇത് ആരുടെ അടുത്തേക്കാണ് പോകേണ്ടത് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് നിങ്ങൾ പരിഗണിക്കണം എന്നുകൂടിയാണ് എനിക്ക് ഈ ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾക്ക്. ഞാനിപ്പോൾ ഇവിടെ വെറുതെ ഇരുന്ന് കേട്ടിട്ട് പോകാമെന്ന് കരുതി തന്നെയാണ് വന്നത്. പക്ഷേ എനിക്ക് തോന്നി അങ്ങനെയല്ല, എൻ്റെ ഭാഗത്ത് നിന്നുള്ളൊരു സജഷൻ. എന്നാൽ ഓഡിയൻസിന്റെ കൈയടിപ്പിക്കുന്ന തരത്തിലായിരുന്നു പാർവതിയുടെ മറുപടിയും. Actually, I have a question for you. Mic ഒന്ന് കൊടുക്കോ തിരിച്ച്? Anybody, can you give the mic back to her, please? Thanks. Chechi, you know me. You can get easily my number. Why haven't you joined the collective? എൻ്റെ കയ്യിൽ ഇപ്പോൾ നമ്മളന്ന് തുടർന്ന് WCCയിൽ ഉണ്ടായിരുന്ന പോര് വെളിപ്പെടുത്തുന്ന തരത്തിലായിരുന്നു ഭാഗ്യലക്ഷ്മിയുടെ മറുപടി. പരാതി നൽകാൻ CMനെ കാണാൻ തന്നെ ക്ഷണിക്കേണ്ടതില്ലെന്ന് നിങ്ങൾ തീരുമാനിച്ചതുകൊണ്ടാണ് താൻ എത്താതിരുന്നതെന്നായിരുന്നു ഭാഗ്യലക്ഷ്മിയുടെ മറുപടി. രാവിലെ എന്നോട് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഒന്നിച്ച് മിനിസ്റ്ററെ കാണാൻ പോകാം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ കാണുന്നു ടെലിവിഷനിൽ നിങ്ങളെല്ലാവരും മിനിസ്റ്ററെ കണ്ടു എന്ന് പറയുന്നു. അപ്പം ഞാൻ അവരോട് വിളിച്ച് ചോദിക്കുന്നു, എന്തുകൊണ്ട് നിങ്ങൾ എന്നെ വിളിച്ചില്ല? അതായത് മിനിസ്റ്ററെ കാണാൻ പോകുന്ന മീറ്റിങ്ങിനല്ല, ബിഫോർ ദ മീറ്റിംഗ്, ബിഫോർ ദ CM മീറ്റിംഗ് എന്തുകൊണ്ട് നിങ്ങൾ എന്നെ വിളിച്ചില്ല എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാർ തന്നെ എന്നോട് പറഞ്ഞ ഒരു ഉത്തരമാണ്, നിങ്ങളെ ഇതിൽ കൂട്ടണ്ട എന്ന് ഞങ്ങളിൽ ചിലർ താല്പര്യപ്പെട്ടു എന്ന് നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ പറഞ്ഞപ്പോൾ ഓഫ് കോഴ്സ് എന്നെ ഇപ്പം ഇഷ്ടമില്ലെങ്കിൽ ഓക്കെ ഇല്ലെങ്കിൽ അതുകൊണ്ടാണ്. അഭിന പിച്ചിറക്കൽ, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. കരൾ ക്യാൻസർ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി 3.5 വയസ്സുകാരൻ ദേവ്യാന് കരൾ പകുത്തു നൽകാൻ അമ്മയുണ്ട്. എന്നാൽ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ 55 ലക്ഷം രൂപ എവിടെ നിന്ന് കണ്ടെത്തുമെന്നറിയാതെ വേദനയോടെ കഴിയുകയാണ് കുടുംബം. കുഞ്ഞിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഷാഫി പറമ്പിൽ MP-യും TP രാമകൃഷ്ണൻ MLA-യും അടക്കം സജീവ പ്രവർത്തനം നടത്തുകയാണ്. മൂന്നര വയസ്സ് മാത്രമേയുള്ളൂ കുഞ്ഞു ദേവ്യാന്. കൂട്ടുകാർക്കൊപ്പം കളിച്ചും ചിരിച്ചും കഴിഞ്ഞിരുന്ന കുഞ്ഞിനെ കരൾ ക്യാൻസറിന്റെ രൂപത്തിൽ വിധി വേട്ടയാടുകയായിരുന്നു. കുഞ്ഞിന്റെ കരൾ മാറ്റിവെക്കേണ്ടി വരുമെന്ന്